പോപ്പ് ഞങ്ങൾക്ക് കോപ്പ. ഒരു കാലത്ത് ലോകം വളരെ ആദരവോടെയും ഭയപ്പാടോടെയും കിട്ടിയിരുന്നൊരു നാമമാണ് പോപ്പ് അഥവാ മാർപ്പാപ്പ. മാർ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം പരിശുദ്ധ എന്നും പാപ്പ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ആചാര്യൻ അഥവാ പിതാവ് എന്നൊക്കെയാണ്. അപ്പോസ്തോലിക പിന്തുണച്ച പ്രകാരം പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ അവകാശിയും അപ്രകാരം ക്രിസ്തുവിൻ്റെ വികാരിയുമാണ് പാപ്പയെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നു. റോമിൻ്റെ മെത്രാനും യേശുക്രിസ്തുവിൻ്റെ വികാരിയും അപ്പോസ്തലന്മാരുടെ രാജകുമാരൻ്റെ പിൻഗാമിയും ആഗോള സഭയുടെ പരമോന്നത പുരോഹിത ശ്രേഷ്ഠനും ഇറ്റലിയുടെ സഭാധ്യക്ഷനും റോമൻ സഭാപ്രവിശ്യയുടെ മെത്രാപ്പൊലിത്തയും ദേവദാസന്മാരുടെ ദാസനും എന്നൊക്കെയാണ് പാപ്പയുടെ സമ്പൂർണ്ണ വിശേഷണം. മീൻപിടുത്തക്കാരനായിരുന്ന അപ്പോസ്തല പ്രമുഖൻ പത്രോസിൻ്റെ പിൻഗാമികൾ എന്ന നിലയിൽ മാർപ്പാപ്പന്മാർക്ക് പെരിയ മുക്കുവൻ എന്ന വിശേഷണവുമുണ്ട്. പെരിയ മുക്കുവർ എന്ന് വിളിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ഗുമ്മില്ലാത്തത് കൊണ്ട് ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാറില്ല. മീൻകാരനായ പത്രോസിനെയൊക്കെ വിട്ടുകളഞ്ഞ് തോമാസ് ലൈഹ മാമോദിസ മുഖ്യ ബ്രാഹ്മണന്മാരുടെ പിൻഗാമികളാണെന്ന് പറയുവാനാണ് ഞങ്ങൾക്കിഷ്ടം. വേറൊരു സൈസ് പാപ്പയുമുണ്ട്. കറുത്ത സന്യാസ വസ്ത്രത്തോടു കൂടിയ കത്തോലിക്ക സഭയിലെ ജെസ്യൂട്ട് സന്യാസ സഭാ മേലധ്യക്ഷനെ കറുത്ത പാപ്പ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ സുവിശേഷവൽക്കരണത്തിൻ്റെ ചുമതലയുള്ള കത്തോലിക്ക സഭയിലെ കർദിനാളിന് മിഷൻ പ്രവർത്തനത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള മിഷൻ പ്രവർത്തനത്തിനു മേൽ പരമാധികാരമുള്ളതിനാലും ചുവന്ന ഔദ്യോഗിക വസ്ത്രമുള്ള കർദിനാളാകയാലും ചുവന്ന പാപ്പ എന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ പറയാറുണ്ട്. ചുവന്നിരിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് എപ്പോഴും സ്നേഹം കൂടുതൽ. പാപ്പ ചില്ലറ പുള്ളിയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എന്നാൽ ഈ വലിയ ഇടയൻ ഞങ്ങൾക്ക് വെറും കോപ്പാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അടിരൂപതയിലെ കുഞ്ഞാടുകൾ. ഏകീകൃത കുർബാന, അതായത് അൾത്താര അഭിമുഖ കുർബാന ഞങ്ങൾ ചൊല്ലിക്കും കട്ടായം എന്ന് പറഞ്ഞു നിന്ന ആലഞ്ചേരിയുടെയും ആൻഡ്രൂസ് താഴ്ത്തു മെത്രാൻ്റെയും ചീട്ട് കീറി. ഈ രണ്ട് തീവട്ടികളെയും എടുത്ത് അയ്യത്ത് കളഞ്ഞില്ലെങ്കിൽ സഭ പിളരും എന്ന ഘട്ടത്തിലാണ് സഭ ആ കടുങ്കൈ ചെയ്തത്. കനോൻ നിയമപ്രകാരം നോക്കിയാലും രണ്ടും നടത്തിയ ചട്ടലംഘനങ്ങൾ ഇഷ്ടം പോലെയുമുണ്ട്. അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ രണ്ടിനെയും എടുത്ത് തട്ടിൻ പുറത്ത് കയറ്റി. എന്നാലെങ്കിലും അടിരൂപതയിലെ കുഞ്ഞാടുകൾ അടങ്ങും എന്ന് അവർ കരുതിയെങ്കിലും അതുണ്ടായില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അന്ത്യശാസനം പാപ്പ നൽകിയെന്ന് പറഞ്ഞെങ്കിലും എറണാകുളം അങ്കമാലി അടിരൂപതയിലെ വൈദികർ ചേർന്ന് ജനാഭിമുഖ കുർബാന നടത്തി പോപ്പ് ഞങ്ങൾക്ക് കോപ്പ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അന്ത്യശാസനത്തിൻ്റെ പിന്നിൽ പോപ്പല്ല, മറ്റ് തീവട്ടുകളുടെ കറുത്ത കരങ്ങളാണ്. പോപ്പിനിപ്പം ഇതൊന്നും നോക്കുവാൻ സമയമില്ല, നല്ല സുബോധവുമില്ല എന്നാണ് അവർ പറയുന്ന ന്യായീകരണം. ഞാൻ ഈ പറഞ്ഞ ചവയുടെ ചരിത്രവും മുടിഞ്ഞ തിയോളജിയും ഒന്നും മനസ്സിലാകാത്തവർക്കായി എറണാകുളം അങ്കമാലി അടിരൂപതയിൽ നടക്കുന്ന പൊരിഞ്ഞ സഭയുടെ ഔദ്യോഗിക പക്ഷവും വിമതപക്ഷവും തമ്മിൽ നടക്കുന്ന ഈ അടി എന്താണെന്ന് സിമ്പിളായി കാണിച്ചു തരികയാണ് അടുത്ത ഒരു ചെറിയ വീഡിയോയിലൂടെ. ശരിക്കും അടിയുടെ കാരണം ഇനി നമ്മൾ കാണാൻ പോകുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഈ തമ്മിലടിയും കടിപിടിയും കണ്ട് ബോധം വന്ന ഒരു കന്നുകാലി, കൃത്യമായി പറഞ്ഞാൽ ഒരു പശു, ഇവരെ അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കാണുക. ഈ പശുവിനുണ്ടായ ബോധം പോലും ഇവന്മാർക്കില്ലല്ലോ കർത്താവേ എന്നതാണ് സങ്കടകരം. ആ സിംബോളിക് വീഡിയോ നമുക്കൊന്ന് കാണാം. അടിരൂപതക്കാർ ഒന്നോർക്കുക, സഹികെട്ട് പശു രണ്ടുപേരെയും വലിയ പരിക്കേൽക്കാതെ മാറ്റിവിട്ടു. ഇനിയും തമ്മിലടിച്ചാൽ പശു രണ്ടിനെയും കുത്തിമലത്തുമെന്ന് ഓർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.